ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മണാലിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫ്ലാഗ് ബ്രിഡ്ജിലാണ്. ഈ ഫ്ലാഗ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സിനിമകളിലും മലയാള സിനിമകൾ ഉൾപ്പെടെ നമ്മൾ കുറേ സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ് ഈ ബ്രിഡ്ജ്. കുറച്ച് നേരം ബ്രിഡ്ജിലെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസും എടുത്ത് നമ്മൾ നിന്നു. ബട്ട് നമ്മുടെ ഇന്നത്തെ പ്രധാന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇതല്ല. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ജോഗിനി വാട്ടർഫാളിലേക്കാണ്. അത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. നമുക്കിനി അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ വാട്ടർഫാളിലേക്ക് കയറാൻ തുടങ്ങി. ഇതൊരു മല കയറേണ്ട പരിപാടിയാണ്. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങി. മണാലി വന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഏത് സ്പോട്ടിൽ എവിടെ കാഴ്ച കാണാൻ ചെന്നാലും നമ്മുടെ കൂടെ ഇതുപോലെ ഓരോരുത്തർ കാണും. അങ്ങനെ അവന്മാരും നമ്മുടെ കൂടെ വരും. ഇവൻ ഏകദേശം നമുക്ക് അങ്ങ് മുകളിൽ വരെ ഇവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചെറിയ വീടുകളും പച്ചപ്പും ലോക്കൽ ലൈഫും ഒക്കെ കണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു പീസ്ഫുൾ ഫീൽ കിട്ടും. നല്ല രസമുള്ള വഴി കൂടിയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ മുൻപോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആപ്പിൾ തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നത്. ഈ തോട്ടം നോക്കാൻ വേണ്ടി തന്നെ ഈ മലയ്ക്ക് മുകളിൽ താമസമൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഇതിനെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ. കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പോൾ നമ്മളിവിടെ ഒരു വീട് കണ്ടു. ഈ വീടൊക്കെ നമ്മൾ ഈ കാശ്മീരിലൊക്കെ കാണുന്ന കൂട്ടൊരു സൈസ് വീടാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവരാണ് ഈ ആപ്പിൾ തോട്ടമൊക്കെ നമുക്ക് നോക്കുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പം ആ കാണുന്ന ജനലിൻ്റെ ഇടയിലൂടെ നോക്കിയാൽ നമുക്ക് ആ വീട്ടിൽ പശുവിനെ കാണാൻ കഴിയും. അവർ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പശുവിനെ വളർത്തുന്നത്. ഇവൻ ഈ വീട്ടിലെ പയ്യനാട്ടോ. ഇവനിന്ന് സ്കൂളിൽ പോയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അത് വളരെ രസമാണ് കാണാൻ നമുക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇവൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഇവൻ പോയിട്ടില്ല. ഇവൻ അങ്ങ് മോളി വരെ നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നമുക്ക് നടക്കാൻ കുറച്ച് എളുപ്പമായിരുന്നെങ്കിലും മുകളിലേക്ക് കയറി ചെന്നപ്പോൾ വഴിയൊക്കെ വളരെ മോശമാകാൻ തുടങ്ങി. കാരണം താഴെ ഒരു വലിയ താഴ്ചയാണ്. അതിൻ്റെ ഏകദേശം സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. നല്ല സ്ലിപ്പറി ആയിട്ടുള്ള കല്ലുകൾ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ടെൻഷൻ. പക്ഷേ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നും. പക്ഷേ വഴിയും നമ്മുടെ യാത്രയും നല്ല പണി പിടിച്ച ഒരു പരിപാടി തന്നെയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താമെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ നടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്ന ജോഗിനി വാട്ടർഫാൾസ്. ഇനി നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലണം. അതിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലണമെങ്കിലും കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം നമുക്കൊരു പാറയൊക്കെ വലിഞ്ഞ് മുകളിലോട്ട് കയറാനുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ചെല്ലണമെങ്കിൽ. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ പേര് കാഴ്ചയൊക്കെ കണ്ടിട്ട് താഴോട്ട് തിരിച്ചിറങ്ങി വരികയാണ്. നമ്മൾ അങ്ങനെ കയറി മുകളിൽ ചെന്നു. കണ്ടോ, ഇവിടെ കുറച്ച് പട്ടികളൊക്കെ കിടപ്പുണ്ട്. അവന്മാരൊക്കെ താഴേന്ന് ഓരോരുത്തരുടെ കൂടെ വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയും നമ്മൾ തിരിച്ചു പോകുമ്പം ചിലവരുടെ കൂടെ ഇവൻ തിരിച്ചു ഇറങ്ങി വരും ഇവന്മാരൊക്കെ. അത് കഴിഞ്ഞ് അടുത്ത ആൾക്കാർ പോകുമ്പം അവരുടെ കൂടെ പിന്നെയും കയറി വരും. ഇതാണ് ഇവന്മാരുടെ ഒരു പരിപാടി. വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഇതിൻ്റെ ചുവട്ടിൽ കുറേ വെള്ളമൊക്കെ ഐസായിട്ട് ഫ്രീസായി കിടപ്പുണ്ട്. കുറച്ച് പേർക്കൊക്കെ ഈ സ്ഥലം കാണുമ്പോൾ എവിടെയോ കണ്ട പോലെ തോന്നുമായിരിക്കും. ഇത് നമ്മുടെ 96 മൂവിയിൽ വിജയ് സേതുപതി വന്നിരിക്കുന്ന വെള്ളച്ചാട്ടമാണിത്.
കുറച്ച് നേരം വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഇനി നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങണം. അത് ഓർക്കുമ്പോൾ പിന്നെയും നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇറങ്ങാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് ഇതുപോലെ ഒരു മരം ഇവിടെ നിൽക്കുന്നത് കണ്ട്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളഞ്ഞൊരു താഴ്ചയിലേക്ക് വളഞ്ഞ് ആണ് നിൽക്കുന്നത്. ഞാനങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ചുവട്ടിലേക്ക് ഇറങ്ങി നിന്ന് നോക്കി. നല്ല തണലൊക്കെ ഉണ്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ എത്തി. നമ്മൾ ആദ്യ ദിവസം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ മാൾ റോഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നും മാൾ റോഡിലൊന്ന് കറങ്ങി കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ മാൾ റോഡിലേക്ക് വന്നേക്കുവാണ്. ഇന്നിവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ എന്തോ ഒരു വലിയ ഫെസ്റ്റിവലാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇന്ന് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് ഈ മാർക്കറ്റിൽ കൂടെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവരുടെ എന്തോ ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മാർക്കറ്റിൻ്റെ നടുക്കൂടെയൊക്കെ നടന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. അപ്പം നമുക്കിവിടെ സ്റ്റേജിൽ ഇവരുടെ എന്തോ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്ന് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ.